എൻ ജീവനിൽ. രചന മഞ്ചാടി. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. നിർമ്മാണം PNR ക്രിയേഷൻസ്. സതീഷ് വിറയലോടെ ഉള്ളിലേക്ക് കടന്നു. അദ്ദേഹത്തിന്റെ കണ്ണുകൾ ആദ്യം പോയത് കട്ടിലേക്കായിരുന്നു. ചെരിഞ്ഞു കിടന്നുറങ്ങുന്ന തന്റെ മകളെ കണ്ട് സതീഷ് അവിടുന്ന് ചലിക്കാനാവാതെ തറഞ്ഞു നിന്നു. നെഞ്ചിരിപ്പ് വല്ലാതെ ഉയർന്നു. കണ്ണുകൾ വിടർന്നു. ശരീരം മുഴുവൻ ഒരു തരിപ്പ് പടർന്നു കയറി. കരച്ചിലും സന്തോഷവും ഒരേ നിമിഷം അയാളുടെ ഉള്ളിലേക്ക് ഓടിയെത്തി. ഒരു ഭ്രാന്തനെ പോലെ എല്ലാവരുടെ അടുത്ത് തന്റെ മകളെ കണ്ടു എന്ന് ഓടി നടന്ന് പറയാൻ തോന്നി അദ്ദേഹത്തിന്. വിറക്കുന്ന കാലടികളോടെ അവിടെ മുമ്പിൽ വന്നിരുന്ന ഗൗരിയെ നോക്കി. ശാന്തമായി ഉറങ്ങുകയാണ് അവൾ. നെറ്റിയിലെയും ചുണ്ടിലെയും മുറിവ് കണ്ട് അദ്ദേഹത്തിന്റെ മുഖം ചുളിഞ്ഞു. എങ്കിലും മുഖത്ത് തന്റെ കുഞ്ഞിനെ കണ്ട സന്തോഷം നിറഞ്ഞു തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. തന്റെ മാലു തന്നെയാണിതെന്ന് അദ്ദേഹത്തിന് തോന്നിപ്പോയി. അവൾ കിടക്കുന്നതിന് താഴെ മുട്ടുകുത്തിയിരുന്ന് വിറക്കുന്ന കൈകളോടെ അവളുടെ കവിളിൽ തലോടി. സതീഷിന്റെ ഉള്ളിൽ സന്തോഷം തിരതല്ലി. പിന്നെയും അരുമയോടെ തലോടി. ഗൗരിയുടെ മുഖത്ത് നിന്ന് കണ്ണെടുക്കാതെ അദ്ദേഹം തലോടിക്കൊണ്ടേയിരുന്നു. ഈ പ്രാവശ്യം കണ്ണുകൾ സന്തോഷത്തിലായിരുന്നു നിറഞ്ഞു വന്നത്. മോളെ, വിങ്ങലോട് ആ അച്ഛൻ വിളിച്ചു. ശബ്ദം പുറത്തേക്ക് വന്നില്ല. കണ്ണുകൾ നിറഞ്ഞൊഴുകി. വിറക്കുന്ന ചുണ്ടുകളോടെ ഗൗരിയുടെ നെറ്റിൽ സതീഷ് ചുണ്ടമർത്തി. അദ്ദേഹത്തിൽ നിന്ന് കരച്ചിൽ ചീള് പുറത്തേക്ക് തെറിച്ചു. ഗൗരിയുടെ കൺപീലികൾ അനങ്ങി. സതീഷ് അറിഞ്ഞില്ല. ചുണ്ടുകൾ അവിടെ നെറ്റിയിൽ നിന്ന് മാറ്റാതെ കണ്ണുകൾ അടച്ചയാൾ നിന്നു. ഉള്ളിൽ നീറിപ്പുകയുന്ന വിഷമങ്ങൾ, തൻ്റെ കുഞ്ഞ് താൻ കാരണം അനുഭവിച്ച യാതനകൾ എല്ലാം അയാളുടെ കണ്ണീരിലൂടെ ഗൗരിയുടെ കൺപീലികളിൽ ചെന്ന് പതിച്ചു. ഗൗരിയുടെ നെഞ്ച് പതിവിലും വേഗത്തിൽ മിടിച്ചുകൊണ്ടിരുന്നു. വല്ലാത്ത അസ്വസ്ഥതയും പരവേശവും അവളിൽ നിറഞ്ഞു. കൺപീലിയിൽ നിന്ന് വീഴുന്ന കണ്ണീരറിഞ്ഞ് അവൾ കണ്ണു തുറന്നു. തൻ്റെ നെറ്റിൽ ചുണ്ടമർത്തി നിന്ന് കരയുന്ന ആരാന്ന് അവൾക്ക് വ്യക്തമായില്ല. എങ്കിലും ആ കണ്ണീര് വന്ന് പതിക്കുന്നത് തൻ്റെ നെഞ്ചിലാണെന്ന് അവൾക്ക് തോന്നി. കണ്ണുകൾ കാരണമറിയാതെ നിറയാൻ തുടങ്ങി. നെഞ്ചു വല്ലാതെ നോവുന്ന പോലെ അവൾക്ക് തോന്നി. അവളിൽ ഉണ്ടാവുന്ന മാറ്റം അവൾക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിച്ചില്ല. തൊണ്ടയിൽ കരച്ചിൽ തട്ടി നിൽക്കുന്ന പോലെ മൂക്കും കണ്ണും ചുവന്നു. വയറിലായിരുന്ന അവളുടെ കൈ തൻ്റെ മുമ്പിൽ നിൽക്കുന്ന വ്യക്തിയുടെ കയ്യിലായി ഗൗരി പിടിച്ചു. ആ നിമിഷം ആ വ്യക്തി വെട്ടിവറച്ചത് ഗൗരി ഞെട്ടലോട് അറിഞ്ഞു. സതീഷ് വെട്ടിവറച്ച് ഗൗരിയുടെ മുഖത്തേക്ക് നോക്കി. വിറയലോടെ തൻ്റെ കയ്യിൽ പിടിച്ച് മെല്ലെ എഴുന്നേൽക്കുന്ന അവളെ കണ്ട് അയാളുടെ മുഖം സന്തോഷത്തിൽ വിടർന്നു. കണ്ണുകളും നിറഞ്ഞു. മോളെ, വിറയലോട് അദ്ദേഹം വിളിച്ചു. ഗൗരി ആരെന്ന് തിരിച്ചറിയാതെ അദ്ദേഹത്തെ നോക്കി. അവളുടെ മുഖത്തെ അപരിചിതത്വം സതീഷിന്റെ ഉള്ളിൽ വേദന തീർത്തു. എങ്കിലും ഇത് താൻ അർഹിക്കുന്നതാണെന്ന് അയാൾ സ്വയം ഓർത്തു. പിന്നെ തന്നെ നോക്കിയിരിക്കുന്ന അവളെ അരുമയോടെ നോക്കി മുടിയിൽ തഴുകി വിറക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു, ഞാൻ അച്ഛനാ, മോളുടെ അച്ഛനാ. മോളെ മോളെ കാണാൻ വന്ന. ഗൗരിയുടെ മുഖം കയ്യിലെടുത്ത് കണ്ണു നിറച്ച് സതീഷ് പറഞ്ഞു. ആ വാക്കുകൾ കേട്ട മാത്രമേ ഗൗരിയുടെ ശ്വാസം വിലങ്ങി. താൻ സ്വപ്നം കാണുന്നതാണോ എന്ന് അവൾ ഓർത്തു. അവളുടെ കണ്ണുകളെ അവൾക്ക് വിശ്വസിക്കാനായില്ല. ഒരക്ഷരം മിണ്ടാനാവാതെ സതീഷിന്റെ കണ്ണുകളിലേക്ക് മാത്രം നോക്കി അവൾ തറഞ്ഞിരുന്നു പോയി. എൻ്റെ മോള, എൻ്റെ മാലുവിൻ്റെ മോള. ഈ അച്ഛനോട് ക്ഷമിക്കും മോളെ. എൻ്റെ കുഞ്ഞിനെ ഉപേക്ഷിച്ച് ഞാൻ പോകരുതായിരുന്നു. അയാൾ വിശ്വസിച്ചു പോയി. അച്ഛനോട് പൊറുക്കണം മോളെ. വിങ്ങിപ്പൊട്ടിക്കൊണ്ട് സതീഷ് പറഞ്ഞു. ആ വാക്കുകൾ കേട്ട് ഗൗരിയുടെ കണ്ണു നിറഞ്ഞു. അവളുടെ മനസ്സിലേക്ക് അച്ഛൻ്റെയും അമ്മയുടെയും വിവാഹാൽബം തെളിഞ്ഞു വന്നു. അതിൽ നിറഞ്ഞ ചിരിയോടെ തൻ്റെ അമ്മയെ ചേർത്ത് നിൽക്കുന്ന അച്ഛൻ്റെ മുഖം അവളുടെ മനസ്സിൽ തെളിഞ്ഞതും ഗൗരിയുടെ ഉള്ളൊന്ന് വിറച്ചു. അവൾ വിറക്കുന്ന കൈകളോടെ സതീഷിൻ്റെ കണ്ണുകളിൽ തൊട്ടു. തൻ്റെ അച്ഛൻ അതുള്ളിൽ നെഞ്ചിരിപ്പ് ഉയർത്തിക്കൊണ്ടിരുന്നു. രണ്ടുപേരുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകി. തൻ്റെ അച്ഛൻ തനിക്ക് അറിവച്ച പ്രായം മുതൽ മനസ്സിൽ കൊണ്ടുവരുന്ന ഒരേ ഒരു ആഗ്രഹമായിരുന്നു എന്നെങ്കിലും ഒരിക്കൽ തൻ്റെ കൺമുമ്പിൽ കൊണ്ടെത്തിക്കണേന്ന്. എന്ന് ഇത്ര വർഷങ്ങൾക്ക് ശേഷം തൻ്റെ പ്രാർത്ഥന കണ്ണൻ കേട്ടിരിക്കുന്നു. തൻ്റെ അച്ഛനിപ്പോൾ തൻ്റെ മുമ്പിൽ. അവൾ എന്ത് ചെയ്യണമെന്നറിയാതെ മരവിച്ചിരുന്നു പോയി. എന്നോട് ക്ഷമിക്കും മോളെ. അച്ഛനെ ഇനി എൻ്റെ കുഞ്ഞിനെ ഉപേക്ഷിച്ച് എങ്ങോട്ടും പോയില്ല. മരണം വരെ എൻ്റെ മോളുടെ കൂടെ ജീവിക്കണം. ഇപ്പം അച്ഛൻ്റെ പ്രാർത്ഥനയോ ആഗ്രഹമൊക്കെ അതാ. സതീഷ് പറഞ്ഞു. ഗൗരി വിങ്ങിപ്പൊട്ടിക്കൊണ്ട് ചോദിച്ചു, പിന്നെ എന്തെന്നെ ഉപേക്ഷിച്ച് പോയി? എന്നെ കൂടെ കൂട്ടാഞ്ഞ എന്തേ? ചോദിച്ചപ്പോഴേക്കും ഗൗരി പൊട്ടിക്കരഞ്ഞു പോയി. സതീഷിന് തന്നെ നെഞ്ച് പിളരുന്ന പോലെ തോന്നി. അദ്ദേഹം കരച്ചിലോടെ ഗൗരിയെ തന്നെ നെഞ്ചോട് ചേർത്ത് വരിഞ്ഞു മുറുക്കി. അച്ഛനോട് പൊറുക്കട. അച്ഛൻ എൻ്റെ കുഞ്ഞിനെ ഉപേക്ഷിച്ച് പോകാൻ പാടില്ലായിരുന്നു. ഇനിയില്ല, ഇനി ഒരിക്കലും ഞാൻ എൻ്റെ മോളെ വിട്ടുപോയില്ല. അവളുടെ മുഖം ഭ്രാന്തമായ ഉമ്മകൾ കൊണ്ട് മൂടി സതീഷ് പറഞ്ഞു.
രണ്ടുപേരും കരയുകയായിരുന്നു. പിന്നെയും മണിക്കൂറുകൾ കടന്നുപോയി. സതീഷിനെയും ഗൗരിയെയും കാത്തിരിക്കുകയായിരുന്നു ഹാളിൽ എല്ലാവരും. മുറിയിൽ നിന്ന് കരച്ചിൽ ചീളുകളും സംസാരവും എല്ലാവരുടെയും കാതിൽ പതിക്കുന്നുണ്ടായിരുന്നു. അച്ഛനും മകളും പരസ്പരം ഇത്ര വർഷത്തെ വിഷമങ്ങളും വിശേഷങ്ങളും പറഞ്ഞു തീർക്കട്ടെ എന്ന് കരുതി എല്ലാവരും അവിടെ കാത്തിരുന്നു. മണിക്കൂറുകൾ നീണ്ടുന്ന ഓപ്പറേഷൻ കഴിഞ്ഞ് ദിയെ വീണ്ടും ICUവിലേക്ക് മാറ്റി. കാർത്തിക മഹാദേവന് ഡോക്ടറെ കണ്ട് അവരുടെ അവസ്ഥ ഒന്നുകൂടി വ്യക്തമായി മനസ്സിലാക്കി. ദിയുടെ വലത്തേക്കാലം പഴയ രീതിയിലാവാൻ മാസങ്ങൾ എടുക്കും. എല്ലാം അറിഞ്ഞ് ആലോചനയോടെ മഹാദേവൻ കാർത്തികിനോട് പറഞ്ഞു. മോനെ കാർത്തി, അച്ഛനൊരു കാര്യം പറയാം. നീ വേണ്ട ഈ കൊച്ചിൻ്റെ വീട്ടുകാർ വിളിച്ച് കാര്യം പറ. അവർ വന്ന് ഈ കൊച്ചിനെ അങ്ങ് കൊണ്ടുപോട്ടെ. അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പക്ഷെ അച്ഛാ, അത് മഹാദേവൻ പറയുന്ന കേട്ട് കാർത്തി എന്ത് പറയണമെന്നറിയാതെയായി. നീ ഞാൻ പറഞ്ഞ പോലെ ചെയ്യ്. നാളെ കഴിഞ്ഞ ഉത്സവാ. അത് കഴിഞ്ഞാൽ നീ ബാംഗ്ലൂരിലേക്ക് പോകും. അതുമല്ല, ഈ കൊച്ചിൻ്റെ വീട്ടുകാർ ഇതിനെ അന്വേഷിക്കില്ലേ? അപ്പോൾ നീയായിട്ട് ഇപ്പം തന്നെ കാര്യങ്ങൾ വിളിച്ച് പറയുന്നല്ലേ നല്ലത്. ആലോചിച്ചപ്പോൾ മഹാദേവൻ പറയുന്നതിൽ കാര്യമുണ്ടെന്ന് കാർത്തികിന് തോന്നി. അവൻ അല്പസമയം കഴിഞ്ഞു ദിയയുടെ അച്ഛൻ്റെ ഫോണിലേക്ക് വിളിച്ചു. ഗൗരി സതീഷിന്റെ മാറിൽ ചേർന്നിരിക്കുകയാണ്. വിറക്കുന്ന കൈകളോടെ സതീഷ് അവളുടെ തലയിൽ തഴുകുന്നുണ്ട്. ഇപ്പോഴും സ്വപ്നലോകത്താണ് താനെന്ന് തോന്നിപ്പോവുകയാണ് ഗൗരിക്ക്. രണ്ടുപേരുടെയും കണ്ണുകളിൽ നീർത്തിളക്കം മാറിയിരുന്നില്ല. കൊതിമാറുന്നവരെ ഗൗരി സതീഷിനെ അച്ഛാ എന്ന കരച്ചിലോടെയും ചിരിയോടെയും വിളിച്ചുകൊണ്ടിരുന്നു. വാത്സല്യത്തോടെ കേട്ടിട്ടും മതിവരാതെ സതീഷും ഇരുന്നു. കുറച്ചു സമയം കഴിഞ്ഞും ഗൗരിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് സതീഷ് പുറത്തേക്ക് ഇറങ്ങി. അവരെ കാത്ത് എല്ലാവരും ഹാളിൽ തന്നെ ഉണ്ടായിരുന്നു. ഗൗരിയുടെ മുഖത്ത് നിറഞ്ഞു നിൽക്കുന്ന സന്തോഷം എല്ലാവരുടെയും മനസ്സിനെ കുളിരണിയിച്ചു. ഗൗരിയുടെ കണ്ണുകൾ യദുവിലേക്ക് നീണ്ടു. അവൻ ചിരിയോടെ ഗൗരിയെ കണ്ണിച്ചിമി കാണിച്ചു. സതീഷ് എല്ലാവരോടുമായി പറഞ്ഞു. എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല. എൻ്റെ കുഞ്ഞിനെ നിങ്ങൾ ചേർത്ത് പിടിച്ചില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാൻ വരുമ്പോൾ എൻ്റെ മോളെ ഒന്ന് കാണാൻ കൂടി കിട്ടില്ലായിരുന്നു. ഞാൻ എന്നെക്കാൾ എൻ്റെ ഏട്ടനെ വിശ്വസിച്ചിരുന്നു. പക്ഷേ അയാൾക്ക് ഇങ്ങനൊരു മുഖമുണ്ടെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. നന്ദിയുണ്ട്. എല്ലാവരോടും തീരാത്ത നന്ദിയുണ്ട്. സതീഷ് കൈകൂപ്പി എല്ലാവരെയും നോക്കി പറഞ്ഞു. മുത്തശ്ശി വേഗം സതീഷിന്റെ കൈകളിൽ പിടിച്ച് പറഞ്ഞു. നന്ദിയൊന്നും ഞങ്ങളോട് പറയേണ്ട ആവശ്യമില്ല സതീഷേ. ഇതെല്ലാം ഈശ്വരൻ നേരത്തെ തീരുമാനിച്ച് ഉറപ്പിച്ചതാ. നമ്മൾ ഓരോരുത്തരിലൂടെ അത് നടത്തുന്നു എന്ന് മാത്രം. നാളെ കഴിഞ്ഞ ഉത്സവ. ആ ദിവസം സതീഷ് മോളുടെ കൂടെ ഉണ്ടാവണം. ഗൗരിക്ക് ഇരട്ടി സന്തോഷം കിട്ടിയിരിക്കുന്ന ദിവസം. അവൾക്ക് മാത്രമല്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും. അത് കേട്ട് ഗൗരി സന്തോഷത്തോടെ തൻ്റെ അച്ഛനെ നോക്കി സതീഷ് പറഞ്ഞു. അറിയാം, ഇനി ഞാൻ എൻ്റെ മോളുടെ കൂടെ തന്നെ ഉണ്ടാവും. പക്ഷേ ഇപ്പം എനിക്ക് പോകണം. എൻ്റെ മോൾ ഇത്രമാത്രം ദ്രോഹിച്ച അച്ഛനെയും മകനെയും എനിക്ക് നേരി കാണണം. എൻ്റെ കുഞ്ഞിനെ ഉപദ്രവിച്ച അവരെ ഞാൻ വെറുതെ വിടില്ല. അദ്ദേഹത്തിന്റെ മുഖത്ത് ഒരു നിമിഷം കൊണ്ട് മഹാദേവനോടും കാർത്തികിനോടുള്ള ദേഷ്യം നിറഞ്ഞു. ഗൗരി പേടിയോടെ സതീഷിനെ എല്ലാവരെയും മാറി മാറി നോക്കി. പെട്ടെന്ന് ഇത് പറഞ്ഞു. അച്ഛനിപ്പൊന്നിനും പോകണ്ട. അതിനുള്ള സമയമാകുമ്പോൾ ഞങ്ങൾ തന്നെ പകരം ചോദിച്ചോളാം. ഇപ്പോൾ ഗൗരിക്ക് അച്ഛന് ആവശ്യമുണ്ട്. നഷ്ടപ്പെട്ട സ്നേഹവും വാത്സല്യവും അവൾ കൊതിക്കുന്നുണ്ട്. അറിയാം മോനെ. പക്ഷേ ഇന്ന് ഞാൻ നിങ്ങൾ അവിടെ വെച്ച് കണ്ടിട്ടില്ലായിരുന്നെങ്കിൽ അയാളുടെ മകൻ്റെ വാക്കുകൾ വിശ്വസിച്ച് ഒരു വിഡ്ഢിയായി ഞാൻ അവിടെ കഴിഞ്ഞേനെ. എനിക്ക് ചോദിക്കണം, എന്തിനു വേണ്ടിയാണ് ഇത്രമാത്രം എൻ്റെ കുഞ്ഞിനെ ദ്രോഹിച്ചതെന്ന്. എന്നിട്ട് ഞാൻ വരും. സതീഷ് ഉറപ്പോടെ പറഞ്ഞു. അത് കേട്ടതും അജു പറഞ്ഞു. അച്ഛനിപ്പോൾ അവരോട് ഈ കാര്യങ്ങൾ ചോദിക്കാൻ പോയാൽ അച്ഛൻ ഗൗരിയെ കണ്ട കാര്യം അവർ മനസ്സിലാക്കും. അത് ഗൗരിക്ക് ആപത്താണ്. അവൾ ഇവിടെ ഉണ്ടെന്നറിഞ്ഞാൽ അവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അച്ഛനിപ്പോൾ അവരെ പോയി കാണരുത്. അവരായി നമ്മുടെ അടുത്തേക്ക് വരികയാണെങ്കിൽ അപ്പം നോക്കാം. ഇപ്പം നമ്മളായിട്ട് അങ്ങോട്ട് പോകണ്ടെന്നാ എൻ്റെ അഭിപ്രായം. അജു തുറന്നു പറഞ്ഞു. അവൻ്റെ വാക്കുകൾ കേട്ടത് ശരിയാണെന്ന് സതീഷിന് തോന്നി. അദ്ദേഹം ഗൗരിയെ നോക്കി. ഇനി ഞാൻ കാരണം എൻ്റെ മോളുടെ കണ്ണ് നിറക്കാൻ ഇടവരരുത് എന്ന് സതീഷ് മനസ്സിൽ ഉറപ്പിച്ചു. ശങ്കർ പറഞ്ഞു. അപ്പോൾ ഈ കാര്യങ്ങളെപ്പറ്റി ഇനി ഒരു ആലോചനയും വേണ്ട. നമ്മൾ ഗൗരി മോളുടെ സന്തോഷത്തിന് പ്രാധാന്യം കൊടുക്കുകയാണ് വേണ്ടത്. ഉത്സവം നല്ല രീതിയിൽ കൂടാനുള്ള ഒരുക്കങ്ങൾ ചെയ്യാൻ നോക്കുക. ഇപ്പം നമുക്ക് എല്ലാവർക്കും ഭക്ഷണം കഴിക്കാം. മാളു, നീ ഭക്ഷണം എടുത്തു വയ്ക്കുക. മറ്റൊരു സംസാരത്തിന് ഇട നൽകാതെ ശങ്കർ പറഞ്ഞപ്പോൾ ആ വിഷമം തൽക്കാലത്തേക്ക് അവിടെ വെച്ച് നിന്നു. ഭക്ഷണം കഴിക്കാൻ എല്ലാവരും ടേബിളിന് വട്ടം ഇരുന്നു. യദുവിനും സതീഷിനും നടുവിലായിട്ടായിരുന്നു ഗൗരി ഇരുന്ന്. അവൾ തൻ്റെ ഇടം വലുമായിട്ടിരിക്കുന്ന യദുവിനെയും സതീഷിനെയും നോക്കി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. സ്വപ്നങ്ങളിൽ മാത്രം നിറഞ്ഞ നിമിഷം യാഥാർത്ഥ്യമായിരിക്കുന്നു. അവളുടെ ഉള്ള സന്തോഷത്താൽ തിരതല്ലി. അത് ഗൗരിയുടെ മുഖത്തും പ്രകടമായി. അവൾ സന്തോഷത്തോടെ തന്നെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. എല്ലാവരുടെ മുഖവും സന്തോഷത്തിൽ തെളിഞ്ഞു തന്നെ നിന്നു. ഗൗരി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന നേരം അവളുടെ മുമ്പിലേക്ക് ഒരു കൈ നീണ്ടുവന്നു. അത് കണ്ടതും അവളുടെ ഉടൽ മുഴുവനായി വിറച്ച് കണ്ണുകൾ നിറഞ്ഞൊഴുകി.
സതീഷ് വാത്സല്യത്തോടെ ചോറൂരുള്ള അവൾക്ക് നീട്ടിയതും ഗൗരി കരച്ചിലോടെ എന്നാൽ സന്തോഷത്തോടെ അത് കഴിച്ചു. എല്ലാവർക്കും ആ കാഴ്ച സന്തോഷം നൽകി. അതേ നിമിഷം ഗൗരിക്ക് വല്ലാത്ത കൊതി തോന്നി. യദുവിൽ നിന്നൊരു ഉരുള വാങ്ങി കഴിക്കാൻ അവൾ യദുവിനെ നോക്കി. അവൾ നോക്കുന്ന കണ്ട് യദു പുരികം പൊക്കി എന്താണെന്ന് ചോദിച്ചു. ഗൗരി ഒന്നുമില്ലെന്ന രീതിയിൽ വിലങ്ങനെ തലയാട്ടി. യദു വീണ്ടും ഭക്ഷണത്തിൽ ശ്രദ്ധിച്ചു. ഗൗരിയുടെ കണ്ണുകൾ പിന്നെയും അവനിലേക്ക് ചെന്നു. അത് മനസ്സിലാക്കി യദു ചോദിച്ചു, വാരി തരണം ലൂസിന്? മറ്റാരെയും ശ്രദ്ധിക്കാതെ അവളുടെ കണ്ണുകളിൽ നോക്കി അവൻ ചോദിച്ചു. ഗൗരി വേണമെന്ന് വല്ലാത്ത കൊതിയോടെ തലയാട്ടി. യദു സ്നേഹത്തോടെ അവൾ നോക്കി ചിരിച്ച് കറികൾ കൂട്ടിയിളക്കി ഒരു ഉരുള ചോറ് അവിടെ വായിൽ വെച്ച് കൊടുത്തു. ഗൗരിക്ക് അത് കിട്ടിയതും വല്ലാത്ത സന്തോഷം തോന്നി. എല്ലാവരിലും ആ കാഴ്ച ചുണ്ടിൽ ചിരി തെളിയിച്ചു. തൻ്റെ മകൾ സുരക്ഷിതമായ കൈകളിലാണെന്ന് യദുവിൻ്റെ കണ്ണുകളിലെ സ്നേഹത്തിൽ നിന്നും വാത്സല്യത്തിൽ നിന്നും കരുതലിൽ നിന്നും സതീഷ് മനസ്സിലാക്കി. ദിയയുടെ ഫാമിലിയെ വിളിച്ചറിയിച്ചനുസരിച്ച് പിറ്റേന്ന് തന്നെ അവരെത്തി. അപ്പോഴേക്കും ദിയയെ റൂമിലേക്ക് മാറ്റിയിരുന്നു. കാർത്തിക് ദിയയോട് എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചെങ്കിലും അവളുടെ ശബ്ദം നഷ്ടപ്പെട്ട കാരണം അവനൊന്നും തന്നെ അറിയാൻ സാധിച്ചില്ല. കൂടാതെ ദിയ അവനോട് ഗൗരിയുടെ തൊട്ടടുത്ത് തന്നെ ഉണ്ടെന്ന് പറയാൻ ശ്രമിച്ചെങ്കിലും അവൾക്ക് മുഖത്ത് ഭാവങ്ങൾ വരുത്താൻ മാത്രമേ കഴിഞ്ഞിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ കാർത്തികിന് അറിയാൻ സാധിച്ചില്ല. അധികം വൈകാതെ തന്നെ ദിയ അവളുടെ ഫാമിലി അവളുടെ നാട്ടിലേക്ക് കൊണ്ടുപോയി. തിരിച്ച് വീട്ടിലെത്തിയപ്പോഴാണ് സതീഷിന്റെ കാര്യം അവരോർത്ത് തന്നെ. അയാളെ എവിടെ പോയതായിരുന്നു അച്ഛാ? ഇന്നലെ ഹോസ്പിറ്റലിൽ ഇറങ്ങുമ്പോൾ വരെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നല്ലോ. ആർക്കറിയാം മോനെ, അയാൾ എവിടെയെങ്കിലും പോയി ചത്തുപോലേട്ടെ. അത്ര സന്തോഷം എനിക്കുള്ളൂ. പക്ഷെ എന്നാലും അമ്മയും മുത്തശ്ശിയും അയാളെ തിരക്കിയാൽ നമ്മളെന്ത് പറയും? നമ്മളെന്ത് പറയാൻ? അയാളൊന്നും പറയാതെ പിന്നെയും തീർത്താണെന്ന് പറഞ്ഞ് ഇറങ്ങിയെന്ന് പറയണം. നിന്റെ അമ്മയും മുത്തശ്ശിയും അല്ലേ, ഞാൻ പറഞ്ഞ് വിശ്വസിപ്പിച്ചോളാം. നീ നടക്ക്. മഹാദേവൻ പറഞ്ഞു. കാർത്തി പിന്നെ അത് കാര്യമാക്കി എടുത്തില്ല. അന്നത്തെ ദിവസം മുഴുവൻ ഗൗരിയെ സതീഷിന് വിട്ടു നൽകിയിരിക്കുകയായിരുന്നു. ഇത്ര നാൾ പറഞ്ഞു തീർക്കാനുള്ളതെല്ലാം പറയാനായിട്ട്. അവരുടെ ഇടയിലേക്ക് ആരും കടന്നു ചെന്നില്ല. സതീഷ് ഇവിടുന്ന് പോയത് മുതലുള്ള കാര്യങ്ങളെല്ലാം ഗൗരിയോടായി തുറന്നു പറഞ്ഞു. അവൾക്കും പലതും സഹിക്കാൻ കഴിയുന്നതായിരുന്നില്ല. ഓരോന്ന് കേൾക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ കയ്യിൽ അവളുടെ മുറുക്കം കൂടിക്കൊണ്ടിരുന്നു. ഇനി എവിടേക്കും വിടില്ലെന്ന രീതിയിൽ. പിന്നീട് ഗൗരി അവളിലൂടെ അവളുടെ ഇതുവരെയുള്ള ജീവിതം സതീഷിന് മുമ്പിൽ തുറന്നു. കാർത്തികിന്റെയും മഹാദേവന്റെയും യഥാർത്ഥ മുഖവും മാമിയുടെ നിസ്സഹായാവസ്ഥയും അജുവിലൂടെ ഒരു ഏട്ടന്റെ വാത്സല്യം അനുഭവിച്ചതും യദുവിലൂടെ സ്നേഹവും കരുതലും അറിഞ്ഞതും യുവിയുടെ കുറുമ്പിലൂടെ മനസ്സുറന്ന് ചിരിക്കാൻ തുടങ്ങിയതും അച്ഛൻ്റെയും മുത്തശ്ശിയുടെയും അവസാനം അവൾക്ക് അന്യമായി നിന്ന അമ്മയുടെ സ്നേഹം മാളവികയിലൂടെ അനുഭവിക്കാൻ തുടങ്ങിയതുമെല്ലാം എല്ലാം കേട്ടുകഴിഞ്ഞ സതീഷിന് വല്ലാത്ത സ്നേഹവും ബഹുമാനവും തോന്നി യദുവിൻ്റെ കുടുംബത്തിനോട്. ഗൗരിയെ ചേർത്ത് പിടിച്ചതിനും അവൾക്ക് താങ്ങായും തണലായും നിന്നതിനും ഏറ്റവും അവസാനം തൻ്റെ ഉള്ളിൽ നാമ്പിട്ട പുതുജീവനെക്കുറിച്ച് പറഞ്ഞതും സതീഷിൻ്റെ മുഖം സന്തോഷത്തിൽ നിറഞ്ഞു. താനൊരു മുത്തശ്ശനാവാൻ പോകുന്നു എന്നത് അയാളിൽ പറഞ്ഞറിയിക്കാൻ സാധിക്കാത്ത തരത്തിൽ വികാരം നിറച്ചു. ഹലോ വിക്കു, നീ ബിസിയാണോ? വിവേകിന്റെ ക്യാബിലേക്ക് വന്നുകൊണ്ട് ആരതി ചോദിച്ചു. വിവേക് സംശയത്തോടെ അവളെ മുഖമുയർത്തി നോക്കി. പിന്നെ ചെയറിൽ നിന്ന് എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് ചെന്ന് ചോദിച്ചു, 2 ദിവസമായിട്ട് നീ എവിടെയായിരുന്നു? ആരും വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല, മെസ്സേജിന് റിപ്ലൈ ഇല്ല. നീ എവിടെയായിരുന്നു ദൂരെ? അവൻ ചോദിച്ചു. അത് പറയാനാ ഞാനിപ്പോൾ വന്ന്. നീ ബിസി അല്ലെങ്കിൽ താഴെ കോഫി ഷോപ്പിലേക്ക് പോവാം, എനിക്ക് സംസാരിക്കാനുണ്ട്. വിവേക് ഒന്ന് ആലോചിച്ചതിന് ശേഷം അവളുടെ ഒപ്പം ഇറങ്ങി. ഇനി നീ പറയൂ, എവിടെയായിരുന്നു നീ ദൂരെ? ഞാൻ ഗൗരിയുടെ പിന്നാലെയായിരുന്നു. മനസ്സിലായില്ല, നീ തെളിച്ചു പറ. ആ ഗൗരിയുടെ പിന്നാലെയായിരുന്നു ഞാൻ. അവളെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും എനിക്ക് കിട്ടി. എന്താണെന്നുള്ള രീതിയിൽ വിവേക് അവൾ നോക്കി. ആരതി പറഞ്ഞു, ഗൗരി, അച്ഛൻ സതീഷ്, അമ്മ മാലിനി. അമ്മ ഗൗരിയെ പ്രസവിച്ച് നിമിഷങ്ങൾക്കുള്ളിൽ മരിച്ചു. അത് താങ്ങാൻ കഴിയാതെ അമ്മയുടെ സഹോദരൻ്റെ കയ്യിൽ ഗൗരിയെ നൽകി അച്ഛൻ നാട് വിട്ടു. ഗൗരിയുടെ അമ്മയുടെ സഹോദരൻ്റെ പേര് മഹാദേവൻ. പണത്തിനോട് ആർത്തിയുള്ളൊരു വ്യക്തി. അയാൾക്ക് ഒരേ ഒരു മകൻ കാർത്തി. ബാംഗ്ലൂരിൽ IT കമ്പനിയിൽ വർക്ക് ചെയ്യുക. പിന്നെ ഗൗരിയുടെ പേരിൽ അവിടെ അച്ഛൻ്റെ സ്വത്തുക്കളുണ്ട്. അത് കൈക്കലാക്കാൻ വേണ്ടി മഹാദേവൻ കാർത്തികിനെ കൊണ്ട് അവളെ വിവാഹം കഴിപ്പിച്ചു. പിന്നെ ഈ കാർത്തികിന് ഗേൾ ഫ്രണ്ട് ഓൾറെഡി ഉണ്ട്, ഒരു ദിയ വർഗീസ്. ഇവരുടെ കയ്യിൽ നിന്നാണ് അർജുൻ്റെയും യദുവിൻ്റെയും മുമ്പിലേക്ക് ഈ ഗൗരി എത്തുന്നത്. ഇപ്പോൾ ഗൗരിയെ തപ്പി നടക്കുക ആ കാർത്തിക് മഹാദേവൻ. ആരതി ഒറ്റശ്വാസത്തിൽ പറഞ്ഞു നിർത്തി വിവേകിനെ നോക്കി. ഞാൻ അവിടെ പിന്നാലെ തപ്പിപ്പോയത് എന്തിനാണെന്ന് ഇപ്പോൾ വിക്കുവിന് മനസ്സിലായോ? എനിക്ക് വ്യക്തമായിട്ട് പിടികിട്ടില്ല ആരും. അതുപോലെ ഈ ഗൗരിയുടെ വിവാഹം ആദ്യം കഴിഞ്ഞാണോ? അത് ചോദിക്കുമ്പോൾ അവനിൽ ചെറുതായി ഞെട്ടലുണ്ടായിരുന്നു. യെസ്, ഇതറിഞ്ഞപ്പോൾ ആദ്യം എനിക്ക് ഇതേ ഞെട്ടലുണ്ടായിരുന്നു. പിന്നെ ഞാനിപ്പോൾ നിന്നോട് ഇതൊക്കെ പറഞ്ഞ് അധികം വൈകാതെ തന്നെ കാർത്തിക് മഹാദേവൻ നമ്മുടെ മുമ്പിലേക്ക് വരും, ഗൗരി എന്ന ലക്ഷ്യം നേടാൻ. നിഗൂഢമായി ആരതി പറഞ്ഞു. എങ്ങനെ? പുരികു ഉയർത്തി അവൻ ചോദിച്ചു. നമ്മൾ അവനെ തേടി ചെല്ലണം. ഇപ്പം അവൻ അവിടെ ഇല്ല, നാട്ടിൽ പോയിരിക്കാം. തിരിച്ചു വന്നാൽ ഉടനെ. ഇത് അവസാനത്തെ കളിയാണ് വിക്കു.
ഇതിലൂടെ 3 ലക്ഷ്യങ്ങളാണുള്ളത്. 1, ഗൗരി യദുവിൽ നിന്ന് അകറ്റി കാർത്തിയുടെ കൈകളിൽ ഇട്ടുകൊടുക്കണം. 2, യദുവിനെ എന്റേതാക്കി മാറ്റണം. 3, അജുവിനെ ഇല്ലാതാക്കി നീ യുവിയെ നേടണം. അതിന് കാർത്തിക് മഹാദേവൻ നമ്മോടൊപ്പം ചേർന്നേ മതിയാവും. ആ നിമിഷം ആരതിയുടെ മുഖത്തെ ഭാഗം നിർവചിക്കാൻ കഴിയാത്ത രീതിയിലായിരുന്നു. ആരതിയുടെ വാക്കിൽ കേട്ട് വിവേകിന്റെ മുഖത്തും വിജയത്തിന്റെ പ്രതീക്ഷ നിറഞ്ഞു. യെസ്, നീ പറഞ്ഞ പോലെ നമ്മൾ ഈ 3 ലക്ഷ്യങ്ങളും നേടിയിരിക്കും. വിവേക് പറഞ്ഞ് ചിരിയോടെ അവളെ നോക്കി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.